ഒരു ജിന്നിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാവും? മനസ്സിലാക്കുന്ന വഴി, അങ്ങനെ ഒരു ജിന്ന് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായി നിൽക്കട്ടെ, അങ്ങനെ വാദത്തിനാണ്. അങ്ങനെ മനസ്സിലായാൽ തന്നെ അത് ജീവനുള്ളതാണോ അല്ലെന്ന് എങ്ങനെ മനസ്സിലാവും? അപ്പൊ കണ്ടോ, ഒരു ജിന്ന് ഇവിടെ ഉണ്ട് എങ്ങനെ മനസ്സിലാവും? ഞങ്ങൾ ഉണ്ട്, ഹാജറായി. അങ്ങനെ ജിന്ന് ഹാജറായി ഇവിടെ ഉണ്ടായി എന്നാ പിന്നെ ജീവണ്ട് എങ്ങനെ മനസ്സിലാവുന്ന? ചങ്ങായിമാരെ, ഹാജറായി എന്ന് പറഞ്ഞാൽ ജീവണ്ട് തന്നെ, മരിച്ചോ പിന്നെ ഹാജറാവോ? സാധാരണ നമ്മൾ ന്യൂജന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആകെ കിളി പോയിരില്ല. അതാണ് ഇപ്പോൾ ഒരവസ്ഥ. എന്താ പറയണത്, എന്താ ചോദിക്കണത്, ഒരു പിടുത്തമില്ലാത്ത കോലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനൊന്നൊരു ആവശ്യം, നേരെ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് പോയാൽ മതിയല്ലോ. എത്രയെത്ര വിഷയങ്ങളാണ് ഇവിടെ ആദ്യമായി നമ്മൾ സംഘടിപ്പിച്ച പ്രോഗ്രാം മുതൽ അതിനുശേഷം സംഘടിപ്പിച്ച കഴിഞ്ഞ 2 ഖണ്ഡനങ്ങളിലുമായി എത്ര വിഷയങ്ങളാണ് ഇവിടെ ചർച്ചക്ക് കൊണ്ടുവന്നത്. സമയത്ത് 31 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യം 38 തന്നെയാണ്. പിന്നീട് എൻ്റെ സംസാരം കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. കോഴിക്കോട്ടേക്ക് എത്ര ബസ്സാണ് ഉള്ളത്? 13 ബസ്സുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നൊരു ബസ്സും കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ 14 ബസ് ഉണ്ട് എന്ന് വരുമോ? ഇല്ല, വരൂല. കണ്ടങ്ങൾ, കോഴിക്കോട്ടേക്ക് എത്ര ബസ്സാ? 13 ബസ്. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ബസ്സും കൂടി ഉണ്ട് എന്ന് വന്നാൽ 14 ബസ് ഉണ്ടെന്ന് വരുമോന്നാ? പിന്നെ എത്ര ഉണ്ടായാല്? 12 അപ്പം 31 ചോദ്യം ചോദിച്ചത്, പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെ 32 എന്നാണ്? അപ്പം എന്താ ഈ പറയണത് എന്ന് പോലും ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. ഇതിനൊന്നൊരു ആവശ്യം, നേരെ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് പോയാൽ മതിയല്ലോ. എത്രയെത്ര വിഷയങ്ങളാണ് ഇവിടെ ആദ്യമായി നമ്മൾ സംഘടിപ്പിച്ച പ്രോഗ്രാം മുതൽ അതിനുശേഷം സംഘടിപ്പിച്ച കഴിഞ്ഞ 2 ഖണ്ഡനങ്ങളിലുമായി എത്ര വിഷയങ്ങളാണ് ഇവിടെ ചർച്ചക്ക് കൊണ്ടുവന്നത്. ആവർത്തനമൊക്കെ ഒഴിവാക്കി അതിനെ പലതിനെയും കൂട്ടിച്ചേർത്ത് ഏറ്റവും മുഖ്യമായ വിഷയങ്ങളായി എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 20 വിഷയങ്ങൾ ഏറ്റവും മൗലികമായി ഇവിടെ ചർച്ചക്ക് വന്നിട്ടുണ്ട്. ഒന്ന്, ഹദീസ് നിഷേധമാണ്. വിശദമായി ഓരോ തവണയും പറഞ്ഞു, ഇന്നും പറഞ്ഞു. രണ്ടാമത് മൻഹജാണ്. പ്രമാണങ്ങൾ മനസ്സിലാക്കാൻ ഒരു മൻഹജ് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന വിഷയമാണ് രണ്ടാമതായി ചർച്ചയ്ക്ക് വന്നത്. മൂന്നാമത്, പ്രാർത്ഥന നിർവചനം പറയുമ്പോൾ മനുഷ്യ കഴിവിനധീരം, സൃഷ്ടി കഴിവിനധീരം എന്നൊക്കെ പ്രയോഗിക്കാമോ, അതല്ല അതൊക്കെ പിൽക്കാലത്ത് വിശുദ്ധത്തിന്റെ വക കടത്തിക്കൂട്ടിയതാണോ അല്ലേ? അതാണ് മൂന്നാമത്തെ വിഷയം. നാലാമത് സിഹറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സിഹറുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, ഹദീസുകൾ, പ്രവാചകർക്കെതിരെ സിഹർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഹദീസുകൾ, മറ്റു സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതാണ് ചർച്ചയ്ക്ക് വന്ന നാലാമത്തെ കാര്യം. അഞ്ചാമത് കണ്ണേറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ബുഖാരി, മുസ്ലിം അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചതും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതുമായ എന്ന് പഠിപ്പിക്കപ്പെട്ട കണ്ണേറുമായി ബന്ധപ്പെട്ട കാര്യം. ആറാമതായി ജിന്നുകളുടെ കട്ടുകേൾവിയാണ്. ആകാശലോകത്തിലുള്ള കട്ടുകേൾവിയും മലക്കൾ തമ്മിൽ സംസാരം കട്ടുകേൾക്കലും അടക്കമുള്ള കട്ടുകേൾവി ചർച്ചക്ക് വന്നിട്ടുണ്ട്. ഏഴാമത് സംസം വെള്ളം, 8 ഹജറുൽ അസ്വദ്, 9 അജ്വാകാരക്ക, 10 ശിർക്കിന് ഫലമുണ്ടോ ഇല്ലേ എന്നത്, 11 ബദറിൽ മലക്കൾ യുദ്ധം ചെയ്തോ ഇല്ലേ എന്നുള്ളത്, 12 സിറാത്ത് പാലം, 13 ഖബർ ശിക്ഷ ശാരീരികമാണോ അല്ലേ എന്നത്, 14 മസീഹുദ് ദജ്ജാൽ ഖിയാമത്തിന് മുന്നോടി വരാനുള്ളതാണോ അല്ലേ എന്നത്, 15 ജിന്നുബാധ ഉണ്ടോ ഇല്ലേ എന്ന്, 16 റുഖിയ ശർഇയ്യ അംഗീകരിക്കുമോ ഇല്ലേ എന്നത്, 17 റഹ്മാനായ റബ്ബിന്റെ നുസൂൽ, 18 തേനിലെ ശിഫ, 19 അമാനി മൗലിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പ്രസിദ്ധീകരണം, 20 മാസപ്പിറവി. ഇങ്ങനെ 20 അടിസ്ഥാന വിഷയങ്ങൾ. ബാക്കിയുള്ളവ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അനുബന്ധ വിഷയങ്ങളുമാണ്.